ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം മാളൂട്ടി. അപ്പൊ ഇന്ന് നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്? ഡാമില്. അപ്പൊ നമ്മുടെ അപ്പൂസും ഫാമിലി നാട്ടിൽ നിന്ന് എത്തി. അപ്പൂസ് ഒരു ഹായ് പറഞ്ഞപ്പോ അപ്പൊ നമുക്ക് ഡാം കാണാം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ഡാം കാണാൻ നല്ല കാറ്റും ഉണ്ട്. വെയിലാണ്, പക്ഷെ ഒട്ടും ചൂട് ഫീൽ ചെയ്യില്ല കേട്ടോ. നല്ല രസമുണ്ട്. മഴ പെയ്തായിരുന്നു, 2 ദിവസം മുന്നേ മഴ പെയ്തുകൊണ്ട് ഇവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. സാധാരണ ഇത്രയും വെള്ളം കാണൂല എന്ന് തോന്നണേ. മഴ പെയ്തതായിരുന്നു, നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു. അപ്പൊ നമ്മള് തിരിച്ചു പോവുകയാണ് കേട്ടോ. കുറെ നേരം അവിടെ നിന്നു. ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല നമുക്ക്, കാരണം വെയിലുണ്ട്. ചൂടില്ലെങ്കിലും വെയിലുണ്ട്. അതിന് കുറച്ചു നേരം നിന്നു. നല്ല രസമുള്ള സ്ഥലമായിരുന്നു. അപ്പൊ ഇങ്ങോട്ട് അതിനകത്തേക്ക് വരുന്നതും നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്തു കൂടിയാണ് കേട്ടോ. ഇതിന്റെ ഒരു ഇടയിലായിട്ടാണ് ആ ഡാം സ്ഥിതി ചെയ്യുന്നത്. നല്ല കാറ്റും ഉണ്ട്, നല്ലൊരു സുഖമുള്ള കാലാവസ്ഥയാണ് കേട്ടോ. അത് നമ്മൾ മലകൾക്കിടയിലൂടെ ഒരു റോഡിലാണ്. അതൊരു പ്രത്യേക ഭംഗിയുള്ള ഒരു സ്ഥലം കേട്ടോ. തിരിച്ച് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതൊരു അടിപൊളി സ്ഥലമായിരുന്നു. നമ്മളിനി അടുത്ത സ്ഥലത്ത് എത്തി കേട്ടോ. ഇത് ഒരു മലയിടുക്കിന്റെ ഇടയിൽ കുറച്ച് എന്താ പറയാ, ചെറിയ രീതിയിൽ തോടുകൾ പോലെ അരുവികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട്. ഒരുപാട് താഴ്ചയൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇറങ്ങാൻ പാകത്തിനുള്ള സ്ഥലം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാളൂട്ടിക്ക് ഇപ്പൊ ഇറങ്ങാനായിട്ട് ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല. അതിന്റെ പരിഭവത്തിലാണ് മാളുക്കുട്ടി. പിന്നെ നല്ല രസമുള്ള കണ്ടോ, അവിടെ ചെറിയ ചെറിയ ചെടികൾ, ഒരുപാട് വലിയ മരം അല്ലെങ്കിൽ ചെടികൾ, അതിന്റെ ഇടയിലൊക്കെ ഇരുന്ന് ആളുകൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ വീക്കെൻഡ് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെയാണ്, രാവിലെ ഇറങ്ങി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം ആകുമ്പോഴാട്ടോ മിക്കവരും തിരിച്ചു പോകുന്നത്. ഇവിടെ ഒത്തിരി ഫാമിലീസ് വന്നിട്ടുണ്ട്. മാളൂട്ടി അപ്പൊ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല എങ്കിലും മാളൂട്ടി ഇറങ്ങാൻ പോവാട്ടോ. ഇപ്പൊ ചെരുപ്പിടണ്ട.
നല്ല സുഖമുള്ള കാറ്റില്ലേ. കുറച്ച് വെള്ളമുള്ളൂ. നമ്മൾ അവിടെയും കഴിഞ്ഞു പോകുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റും നല്ല തണുപ്പുള്ള പ്രദേശമായിരുന്നു. കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ അടുത്തായിട്ട് ഒരു നെസ്റ്റോ പുതിയ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പം അങ്ങോട്ടേക്ക് വെറുതെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങി. അപ്പം ഇതാണ് പുതിയ നെസ്റ്റോ. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. അപ്പൊ ഗൈസ് ഞങ്ങൾ പുറത്തോട്ട് വന്നിരിക്കുന്നു. അപ്പൂസൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇനി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ പുതിയ ലിസ്റ്റ്. നിറച്ച് ലൈറ്റ് ഒക്കെ ഉണ്ട് അല്ലേ? നിറച്ച് ലൈറ്റൊക്കെ ഉണ്ട്. ലൈറ്റൊക്കെ ഉണ്ട്. ഫുൾ ലൈറ്റ് കളർഫുൾ. അപ്പൊ ഞാൻ പോണു. ഞാനിവിടെ കൈ വെച്ച് നോക്കി. പക്ഷെ ഇത് പ്രൊജക്ടറാണ്. പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ പ്രൊജക്ടറാണ് എന്ന് കരുതിയിട്ട് ലൈറ്റിൽ വരുന്നുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ കൈ വെച്ച് നോക്കി. പക്ഷെ വർക്കായില്ല ഗൈസ്. ഒന്നും വരുന്നില്ലായിരുന്നു. അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൂസിന് വേണ്ടിയിട്ട്. മാളുവിന് നമ്മളൊരു LCD റൈറ്റർ മേടിച്ചിരുന്നു. മാളു അപ്പം അവർ വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യണോണ്ട് മാളുവിന് ക്ഷമയില്ലാത്തതുകൊണ്ട് മാളു അത് പൊട്ടിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആളുവിന് ഇഷ്ടപ്പെട്ട പർപ്പിൾ കളറും കിട്ടി. അപ്പൊ നമ്മുടെ കറക്കം കഴിഞ്ഞു, പർച്ചേസിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, ലൈക്ക് ഷെയർ ചെയ്യാം. ബൈ ബൈ.